ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടമ്മമാരെല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ കുടംപുളി. മീൻ കറി വയ്ക്കാനും ബാക്കി പുളിയുള്ള കറികളൊക്കെ വയ്ക്കാനും നമ്മൾ കുടംപുളി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുടംപുളി എങ്ങനെയാണ് ആ പരുവത്തിലാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടാലോ. ഇവിടെയാണ് നമ്മുടെ കുടംപുളി മരം ഉള്ളത്. കണ്ടില്ലേ കുടംപുളി വീണ് കിടക്കുന്നത്. ഞാനിപ്പോൾ 2-3 ദിവസമായി പറക്കിയിട്ട്, അതാണ് ഇത്രയും കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കുടംപുളി മരം. ഇപ്പോൾ ഏകദേശം വീണ് കഴിഞ്ഞു. ഇപ്പോൾ കുറേ വീണ് കുറേ പെറുക്കി കുറേ ഉണക്കി. ഇതിപ്പോൾ ഏകദേശം തീരാറായി. ഇപ്പോൾ 2-3 ദിവസം മഴയായതുകൊണ്ട് ഞാൻ പിന്നെ പെറുക്കിയില്ല. ഇത് നല്ല ഉണക്ക് വേണമല്ലോ, വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കണം. ഈ വർഷമാണ് ഇത്രയും കുടംപുളി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 4-5 കുടംപുളി ഉണ്ടാവാറുള്ളൂ. ഇത് മഴ സമയത്താണല്ലോ ഉണ്ടാവുക, അപ്പോൾ ഉണങ്ങി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഇതിൻ്റെ ഡെയിലി ടാസ്ക് ആയിരുന്നേ. കുടംപുളി പെറുക്കുക, അരിയുക, കഴുകുക, ഉണക്കുക, മഴ പെയ്യുമ്പോൾ എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ ഡെയിലി ടാസ്ക് ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ കിട്ടിയ കുടംപുളി. അത് കുറേ ചീഞ്ഞതുണ്ടേ. ഇത് അന്നന്ന് പറക്കിയില്ലെങ്കിൽ കിടന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്ത് കുറേ ഇത് വീഴുമ്പോൾ അത് പൊട്ടും. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും ഇതൊക്കെ കയറും. പിന്നെ മഴയത്ത് കിടന്നത് ചീയുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുത്താലോ. അപ്പോൾ ബക്കറ്റിലോട്ട് ഇടുവാണേ. ആദ്യമൊക്കെ ഇത് വീഴണ സമയത്ത് ഇതിൻ്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം എന്നെക്കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലത് നോക്കി ഫ്രഷ് ആയിട്ടുള്ളത് കഴുകിയെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെടുത്ത് വയ്ക്കും. ബാക്കി ഇത്തിരിയൊക്കെ പൊട്ടിയതും ചതഞ്ഞതൊക്കെ ഉള്ളതാണ് ഞാൻ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് ഏകദേശം നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും കുറച്ച് ഉണങ്ങിയതും ഉണ്ടാവും, അതും കൊണ്ട് കൊടുക്കും. കാരണം ഇവിടെ അടുപ്പില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ അടുപ്പുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് പുകച്ചാലേ അതിൻ്റെ ആ കളർ കിട്ടുള്ളൂ. അപ്പോൾ അമ്മ അത് റെഡിയാക്കി എടുത്തോളും. ഇതിൻ്റെ ഉള്ളിൽ ആ കുരുവും പൾപ്പ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ല മധുരമാണ്. നല്ല പുളിയുടെ ആണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ പൊട്ടിയത് ഇതൊക്കെ കൈ വണ്ടയൊക്കെ കയറി കൊള്ളത്തില്ല. അപ്പോൾ ഇതിന് നല്ല കറയുണ്ട് കേട്ടോ. നമ്മൾ കത്തി അരിഞ്ഞ് എൻ്റെ കത്തിയിൽ ഫുൾ കറയായി. അതിപ്പോൾ മുറിക്കാൻ പോലും പറ്റണില്ല, മൂർച്ചയൊക്കെ പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. കുറേ കിട്ടുന്ന ടൈമിൽ ഞാൻ ശരിക്കും മടുത്തു പോയായിരുന്നു കേട്ടോ. ഇത് ഉണക്കിയെടുക്കാനാണ് ഏറ്റവും പാട്. മിക്ക ദിവസവും മഴയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും ചെയ്യണത് കണ്ടിട്ടുമില്ല, ആദ്യമായിട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ഊഹത്തിലങ്ങ് ചെയ്യണം. ഇത് അരിയണതൊക്കെ ഇങ്ങനെയാണോ. ആദ്യമൊക്കെ ഞാൻ ചെറുതായിട്ടാട്ടോ അരിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഉണക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെമ്മീൻ കിടക്കണ പോലെ കുഞ്ഞിതായിട്ട് കിടക്കും. പിന്നെ ഞാനത് വലിയ 4 മുറിക്കാൻ തുടങ്ങി. എന്നിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ കഴുകും. എന്നിട്ടാണ് വെയിലത്തിട്ട് ഉണക്കുക. ഇതിന് തൊണ്ടിന് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. തൊണ്ടിന് കട്ടിയുള്ളതാണെങ്കിൽ നല്ല ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. ഇത് വാർക്കപ്പുറത്താണ് ഉണങ്ങാനിടുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ എടുക്കാൻ നല്ല പാടാണ്. താഴത്ത് തുണി ഇട്ടേക്കുന്നു, മുകളിൽ പുളി ഇട്ടേക്കുന്നു. ഞാൻ തുണി എടുക്കാനോടും, ചേട്ടൻ പുളി എടുക്കാനോടും. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ചെയ്തു തരും. അപ്പോൾ നമ്മൾ പുളി ഉണക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ഞാനൊരു ഡെർമോക്കോളിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇടുന്നത്. അതാകുമ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും അത് എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ. ഇത് ഇത്തിരി ഉള്ളതുകൊണ്ടാണ്. കുറേ ഉള്ളപ്പോൾ ഞാൻ ഫുൾ ന്യൂസ് പേപ്പർ നിരത്തി അതിനകത്താണ് വിരിച്ചിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിത് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കത് മടക്കി വയ്ക്കാൻ പറ്റില്ല. അതിനകത്ത് കാറ്റ് കയറണം, ഇല്ലെങ്കിൽ അതിനകത്ത് പൂപ്പൽ പിടിക്കും. അപ്പോൾ തുറന്ന് തന്നെ നമ്മൾ വയ്ക്കണം. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീട്ടിലോട്ട് കൊടുത്തു വിടും. പിന്നെ അമ്മ അടുപ്പിലിട്ട് പുകച്ചെടുത്തോളും. ഇതാണ് എങ്ങനെയാണ് ഞാൻ ഉണക്കാനിടുന്നത്. അപ്പോൾ ഇത് പുകച്ചെടുത്തിട്ട് വെയിൽ കാണുമ്പോൾ അമ്മ വെയിലത്ത് വയ്ക്കും. അതാണ് ഈ കളറായിട്ട് ഇരിക്കുന്നത്. പിന്നെയും നമ്മൾ മഴയുള്ളപ്പോൾ നമ്മൾ പിന്നെയും ആർക്കപ്പൊടി ഇട്ടിട്ട് പുകച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. നമ്മുടെ മുകളിൽ തട്ടൊക്കെ കിട്ടി ആണ് പുകയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഒരു തകരപ്പാട്ടയിൽ ഹോളിട്ടിട്ട് പുകച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കതിനുള്ള സെറ്റപ്പൊന്നും ഇല്ലല്ലോ, ഇതാദ്യമായിട്ടല്ലേ ചെയ്യണേ. അപ്പോൾ ആർക്കപ്പൊടി ഇട്ടാൽ ഞാൻ അങ്ങനെ കൂടുതൽ പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഞാൻ പല ദിവസങ്ങളിലായിട്ട് വീഡിയോ എടുക്കുന്നതാണ് എന്നെ പല ഡ്രസ്സിൽ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.